11 ഇഖ്റഇൽ മിസാലൈനി, രണ്ട് ഉദാഹരണം നീ വായിക്കണം. സുമ്മ ശേഷം അഖ്മിൽ, അഖ്മിൽ എന്ന് പറഞ്ഞാൽ നീ പൂർത്തിയാക്കണം. അൽ ജുമല വാചകങ്ങൾ, അൽ ആത്തിയത്ത തുടർന്ന് വരുന്ന വാചകങ്ങൾ നീ പൂർത്തിയാക്കണം. അഖ്മിൽ എന്നാണ് നമ്മൾ ഇൽത്തിഖാഉസ്സാക്കിനയും ചെയ്ത് വായിക്കുമ്പോൾ അഖ്മിലിൽ ജുമല കേട്ടോ. ബി വളഇ വെച്ചുകൊണ്ട്, ഗാലിൻ എന്ന വാക്ക് വെച്ചുകൊണ്ട്, വാലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ്, ഔ ഗാലിയത്തിൻ എന്ന വാക്ക്. ഫിൽ അമാക്കിനിൽ ഖാലിയത്ത, അമാക്കിൻ എന്ന് പറഞ്ഞാൽ മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം, അമാക്കിൻ സ്ഥലങ്ങളിൽ, ഫി ഉണ്ടല്ലോ. അൽ ഖാലിയത്തി എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ, ഖാലിയായിട്ടുള്ള സ്ഥലം എന്നറിയില്ല, ഒഴിഞ്ഞ സ്ഥലത്ത് ഗാലിൻ അല്ലെങ്കിൽ ഗാലിയത്തുൻ വെച്ചിട്ട് വായിക്കണം. ഗാലിൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗാലിൻ അസ്ലുഹു ഗാലിയുൻ എന്നാണ്, കണ്ടോ പടത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ അസ്ല് എന്താണ്? ഗാലിയുൻ എന്നാണ്. എന്തുകൊണ്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നില്ലേ, എന്തുകൊണ്ടാണ് ഈ ആയിനെ പറയാതിരിക്കണത്? ആ ആയിനെ പറയാതെ തെൻവീൻ കെസറ കൊടുക്കാൻ കാരണം എന്താ? ഗാലിയുൻ എന്നതിൻ്റെ തെൻവീൻ കെസ്ര ഗാലിയുൻ എന്തുകൊണ്ടായിരിക്കും? ഭാരണ്ടെന്ന് ആർക്ക്? നമ്മളെ ഇല്ലത്തിൻ്റെ അക്ഷരത്തിന് എന്താ പറയുക? രോഗം വന്ന അക്ഷരങ്ങൾ എന്നൊക്കെ പറയില്ലേ, വീക്ക് ലെറ്റേഴ്സ് എന്നല്ലേ പറയുക, വാവിനെ യായിനൊക്കെ അല്ലേ. അപ്പോൾ അവർക്കുണ്ടല്ലോ ദൊമ്മയും കെസ്രയും താങ്ങൂല, ദൊമ്മയും കെസ്രയും. ഫതഹക്ക് ഭാരല്ല എന്ന് പറയാം. ഓക്കെ, ദൊമ്മയും കെസ്രയും താങ്ങൂലാന്ന്, സിക്കലാണെന്ന് നമ്മൾ സക്കൽ പഠിച്ചില്ലേ, അൽ ഹജറു സക്കീലുൻ എന്താ പഠിച്ചില്ലേ? ഭാരമാണ്, കല്ല് ഭാരമുള്ളതാണെന്നൊക്കെ പഠിച്ചില്ലേ? സക്കീലുൻ പഠിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ബുക്കിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം സിക്കൽ എന്ന് പറഞ്ഞാൽ ഭാരം. ഭാരമുള്ളത് കൊണ്ട് ഇവർക്ക് ലെറ്റർ താങ്ങൂല. ഫതഹ കൊടുക്കണമെങ്കിൽ അവിടെ ആലിയൻ എന്ന് വരും. പിന്നെ താമർബൂത്ത് വരുമ്പോൾ കുഴപ്പമില്ല. ഈ ആയിനും ദൊമ്മത്തേന് താങ്ങൂല. അപ്പം എന്താക്കി, ആ ആയിനുണ്ട് കളഞ്ഞിട്ട് അതിന് ബദലിനാണ്, പകരമാണ് കെസ്രത്തേന് ഇട്ടത് കേട്ടോ. അതിങ്ങനെ ഓർക്കണം കേട്ടോ, കുറേ പഠിക്കണം അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ സ്റ്റഡി 2ലും 3ാമത്തെ ബുക്കിലൊക്കെ കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ അതിനെ മനസ്സിലാക്കി പോയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ ഇടുകയെന്നറിയോ? മുലാഫായിട്ട് വരുമ്പോൾ ഇടും. പിന്നെ ഇനി ഫതഹ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാലിയൻ തന്നെയാണ് പറയുക, അവിടെ പ്രശ്നമില്ല, ഗാലിന്ന് വരില്ല. പിന്നെ മുലാഫായിട്ട് വരുമ്പോൾ, പിന്നെ അലിഫ്ലാം വരുമ്പോഴും തിരിച്ചു വരും, ഹർക്കത്ത് ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയേ, ഹാദൽ ഖലമു ഗാലിൻ, ഈ പേന എക്സ്പെൻസീവാണ്, വില കൂടിയതാണ്. കണ്ടോ ഇവിടെ ഹാദ എന്നുള്ളത് ഇസ്മുൽ ഇഷാറ മുബ്തദയാണ്, അൽ ഖലമു ബദലാണ് അല്ലേ. ഗാലിൻ എന്നുള്ളതോ ഖബറാണ്, ഖബറുൻ മർഫൂനാണ്. കണ്ടോ, കെസ്രത്തേയും കാണുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കരുത്? മജ്റൂറാണെന്ന് വിചാരിക്കരുത്. അതെന്താണ്? അത് മർഫൂ ആണ്. ക്ലിയറായോ? അത് മർഫൂ ആണ്. ഓക്കെ, ഇനി ഇറാബ് ചെയ്യുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് ഞങ്ങൾ പഠിക്കും എന്തെന്ന്. ഖബറുൻ മർഫൂഉൻ അലാമത്തു റഫ്ഇഹി, റഫിൻ്റെ അടയാളം എന്താണ്? അലാമത്തു റഫ്ഇഹി അൽ ദമ്മത്തുൽ മുഖദ്ദറത്തു അലൽ ഹദഫി അലൽ യാ ഉൽ മഹദൂഫത്തി എന്നൊക്കെ പിന്നീട് പഠിക്കും. കളയപ്പെട്ടൊരു യാ ഇമ്മയിൽ ദൊമ്മ സങ്കല്പിക്കുകയാണ് അതിൻ്റെ ഇറാബ് എന്നൊക്കെ പഠിക്കും. ഇപ്പോൾ തൽക്കാലം വേണ്ട. അപ്പോൾ ഇതിങ്ങനെ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഖൈർ, അടുത്തത് യെസ്. ഹാദിഹി സാഅത്തു ഗാലിയത്തുൻ, ഈ വാച്ച് വില കൂടിയതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഹാദിഹി ഇസ്മുൽ ഇഷാറ മുബ്തദ, അസ്സാഅത്തു ബദൽ, ഗാലിയത്തുൻ ഖബറുൻ മർഫൂ ആണ്. അൽ കുതുബുൽ അറബിയ്യത്തു ഗാലിയത്തുൻ ഫി ബലദിന, ഞങ്ങളുടെ നാട്ടിൽ അറബി പുസ്തകങ്ങൾ വില കൂടിയതാണ്. കുത്തുബ് മുഅന്നസല്ലേ, നമ്മൾ പറഞ്ഞിട്ടില്ലേ ഗൈറു വാക്കിലിൻ്റെ കുല്ലു ജമു മുഅന്നസ, അതുകൊണ്ടാണ് ഗാലിയത്തുൻ വന്നത് കേട്ടോ. അൽ കുത്തുബുൽ അറബിയ്യത്തു ഗാലിയത്തുൻ ഫി ബലദിന, അൽ കുത്തുബ് ഞങ്ങളുടെ നാട്ടിൽ അറബി പുസ്തകങ്ങൾ വില കൂടിയതാണ്. അൽ കുത്തുബു മുബ്തദ, അൽ അറബിയ്യത്തു നഅത്തുൻ മർഫൂൻ, അൽ കുത്തുബു മുബ്തദ മർഫൂൻ, അൽ അറബിയ്യത്തു നഅത്തുൻ മർഫൂൻ. എന്തുകൊണ്ടാണ് നഅത്ത് വന്നത്? കുത്തുബു മുഅന്നസാണ്, അതുകൊണ്ടാണ് അറബിയ്യത്തു. ഒരേപോലെ വന്നില്ലേ, ഗാലിയത്തുൻ ഖബറുൻ മർഫൂഉൻ ഫി ബലദി ജാറുൻ വ മജ്റൂറുൻ വഹുവ മുലാഫ് നാ മുലാഫുൻ ഇലൈഹി. ഓക്കെ, ഇനി ഹാദൽ കിതാബു റഹീസുൻ, ഗാലിൻ്റെ ഓപ്പോസിറ്റാണ് റഹീസുൻ, ചീപ്പ്, വില കുറഞ്ഞത്. ഹാദൽ കിതാബു റഹീസുൻ വദാലിക, അത് ഗാലിൻ, വില കൂടിയതാണ്. ദാലിക്കല്ല, ഇതാക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. വദാക ഗാലിൻ.
ഈ പുസ്തകം വില കുറഞ്ഞതാണ്, അത് ഗാലിൻ വില കൂടിയതാണ്. നോക്കൂ, ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ, അൽ കിതാബു ബദലുൻ മർഫൂഉൻ, റഖീസുൻ ഖബറുൻ മർഫൂഉൻ, വാവ് ഹർഫുൽ അത്ഫ്, ദാക ഇസ്മുൽ ഇഷാറ മുബ്തദഅ, ഗാലിൻ ഖബറുൻ മർഫൂഉൻ. റഫാണ് കേട്ടോ. കസ്രത്തേയും കണ്ടിട്ട് ജറാന്ന് വിചാരിക്കരുത്, അത് റഫാണ്. പിന്നെ ആ യാ ഭാരമുള്ളത് കൊണ്ട് അതിനെ ഒഴിവാക്കിയിട്ട് കസ്രത്തേയും കൊടുത്തതാണ് കേട്ടോ, മനസ്സിലാക്കണേ. ഹാദൽ മുഅജമു ബിമിഅതി റിയാലിൻ. ഈ ഡിക്ഷണറി 100 രൂപയിൽ, അതായത് 100 രൂപ ആണ്. ഈ ഡിക്ഷണറിക്ക് 100 രൂപയാണെന്നർത്ഥം. ഹുവ ഇത്, ഗാലിൻ അത് എക്സ്പെൻസീവാണ്, വില കൂടിയതാണ്. ഹാദ ഇസ്മുൽ ഇഷാറ മുബ്തദഅ, അൽ മുഅജമു ബദൽ, ബിമിഅതി ജാറുൻ വ മജ്റൂറുൻ, ശിബ്ഹു ജുംല ഖബർ, വഹുവ മുലാഫ്, റിയാലിൻ മുലാഫിൻ ഇലൈഹി. ഹുവ ഗാലിൻ അത് വില കൂടിയതാണ്. ഹുവ ളമീറുൻ മുൻഫസിലുൻ മുബ്തദഅ, ഗാലിൻ ഖബറുൻ മർഫൂഉൻ. ഓക്കെ, മജ്റൂറുൻ അല്ല, അത് മർഫൂഉനാണ്. ഓക്കെ, ഹാദിഹിൽ ഹഖീബത്തു ഈ ബാഗ് വില കൂടിയതാണ്. എങ്ങനെ പറയാം? ഹാദിഹിൽ ഹഖീബത്തു ഗാലിയത്തുൻ. താമർബൂത്ത് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബാഗ് വില കൂടിയതാണ്. ഹാദിഹിൽ ഹഖീബത്തു ഗാലിയത്തുൻ. ഹാദിഹി ഇസ്മുൽ ഇഷാറ മുബ്തദഅ, അൽ ഹഖീബത്തു ബദൽ, ഗാലിയത്തുൻ ഖബറുൻ മർഫൂഉൻ. അടുത്തത് പറഞ്ഞത് ഇഖ്റഇൽ മിസാലൈനി, 2 ഉദാഹരണങ്ങൾ നീ വായിക്കണം. സുമ്മ ശേഷം ഇഖ്റ നീ എഴുതണം, അൽ ജുമലൽ ആതിയത്ത തുടർന്ന് വരുന്ന വാചകങ്ങൾ നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ പാഠത്തിൽ ചെയ്യണ പോലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിന് ഗുണം ഉണ്ടാവുകയുള്ളൂ. നമ്മളൊരു ഓദർ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെ പഠിച്ചാലാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ എഴുതി നോക്കുന്നതാണ് നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ബഅദ ദാലിക അതിനുശേഷം ഉക്തുബ്ഹ നിങ്ങളത് എഴുതണം. മഅ കിതാബത്തി ഒരു എഴുതിക്കൊണ്ട്, എന്ത്, അൽ അഅദാദിൽ വാരിദത്തി ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നമ്പറുകൾ. വാരിദത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മെൻഷൻ ചെയ്യില്ലേ, അങ്ങനെ വന്നിട്ടുള്ളതായ അഅദാദ് എന്ന് പറഞ്ഞാൽ എണ്ണങ്ങൾ എഴുതിക്കൊണ്ട്, ഫിഹ അതിലെന്താ, ബിൽ ഹുറൂഫി അക്ഷരങ്ങളിൽ എഴുതണം. അപ്പോൾ ഇത് അക്കോണ് തന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, 100 എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ഉദാഹരണം തന്നിട്ടുണ്ടല്ലേ, 100 മിഅത്തു റജുലിൻ. മുലാഫിനിലേക്ക് നമ്മളവിടെ കൊണ്ട് റിജാലിനൊന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. അത് 3 മുതൽ 10 വരെയാണ് ബഹുവചനം. പിന്നെ ഇത് മുലാഫിനിലേഹി കോമ്പിനേഷനിൽ എഴുതണേ. മിഅത്തു റജുലിൻ മുലാഫിനിലേഹി. ഇനി പെണ്ണിന് വരുമ്പോഴും ഒരു മാറ്റമില്ല. മിഅത്തു ഇംറഅത്തിൻ 100 സ്ത്രീകൾ, കണ്ടോ, ഒരു മാറ്റമില്ല. അൽഫു റജുലിൻ 1000 പുരുഷന്മാർ, അൽഫ് ഇംറഅത്തിൻ 1000 സ്ത്രീകൾ. മുലാഫിനിലേഹിയാണ്, കണ്ടോ. ശരി, ഇനി എന്താ, ഹാദ തിൽഫാസു ഈ ഫോൺ, ടിൽഫാഷ് എന്ന ടെലിവിഷൻ അല്ലേ, ഈ ടെലിവിഷൻ ബി എന്താ വരും അവിടെ, 1000 എന്താ പറയുക, ബി അൽഫി, ബി ഉണ്ടല്ലോ ഹർഫു ജർ, അൽഫി റിയാലിൻ. ബി അൽഫി റിയാലിൻ, ബി ഉള്ളതുകൊണ്ട് അൽഫി റിയാലിൻ. ഈ ടെലിവിഷൻ 1000 രൂപയ്ക്കുള്ളതാണ്, 1000 രൂപയാണ് അതിൻ്റെ വില എന്നർത്ഥം. ഇന്ദി എൻ്റെ കയ്യിലുണ്ട്, എന്തുണ്ട്, $1000. എങ്ങനെ പറയാം, എൻ്റെ കയ്യിലുണ്ട്. ഖബറാണ് ഇന്ദി എന്നുള്ളത്. അൽഫുദൂലാരിൻ മുബത്തദാക്കിയിട്ട് പറഞ്ഞു, മുബത്തദ മുഅഖറാണ് കേട്ടോ, അതുകൊണ്ട് അൽഫുദൂലാരിൻ എൻ്റെ കയ്യിൽ $1000 ഐ ഹാവ്. അപ്പോൾ അൽഫു ആണ് മുബത്തദ, ദൂലാരിൻ മുലാഫിനിലേക്ക്. അപ്പോൾ ഇന്ദ ഖബറാണ് കേട്ടോ, മുബത്തദയാണ്. അപ്പോൾ അൽഫു. പിന്നെ അടുത്തത് ഫി ഹാദൽ കിതാബി ഈ പുസ്തകത്തിൽ 100 പേജുണ്ട്. സഫ്ഹത്തിൻ ഈ പുസ്തകം മിഅത്തു അത് ഖബറാണ്, അല്ല മുബ്തദയാണ്. അപ്പോൾ മിഅത്തു കണ്ടോ, ഫി ഹാദ ജാറുൻ വ മജ്റൂറുൻ ശിബ്ഹു ജുംല ഖബർ, അൽ കിതാബി ബദൽ. മിഅത്തു എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, മിഅത്തിൻ്റെ എഴുതുമ്പോൾ എങ്ങനെയാ, മീമിന് അലിഫ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ എഴുത്തിലൊക്കെ അലിഫില്ലാണ്ടൊക്കെ എഴുതുന്നുണ്ട്, എന്നാൽ നമ്മൾ ഈ ബുക്കിനനുസരിച്ച് പഠിക്കുമ്പോൾ ഇതേപോലെ എഴുതി പഠിച്ചോട്ടാ. ഓക്കെ, മിഅത്തു കേട്ടോ, എഴുത്ത് ശ്രദ്ധിക്കട്ടെ. കാണുമ്പോൾ മാ അത്തു എന്നൊക്കെ തോന്നും, പക്ഷെ അത് മിഅത്തു ആണ് കേട്ടോ. ശരി, അടുത്തത് ബിക്കം ഹാദിഹിൽ ഹഖീബത്തു ഈ ബാഗിന് എത്രയാണ്, ഹിയ ബി റിയാലിൻ. യെസ്, ഹിയ ബി മിഅത്തി റിയാലിൻ, 100 റിയാൽ.
ശരി, അടുത്തത് ഫി ഹാദിഹിൽ കുലിയത്തി, ഈ കോളേജിൽ 100 താലിബിൻ. എങ്ങനെ പറയാ? 100 മിഅത്തു താലിബിൻ മിൻ പാകിസ്ഥാന വ മിഅത്തു ത്വാലിബിൻ താലിബിൻ മിൻ മിൻ ഇന്തോനേഷ്യ. ഈ കോളേജിൽ 100 വിദ്യാർത്ഥികൾ പാകിസ്ഥാനിൽ നിന്നും 100 വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിൽ നിന്നുമാണ്. ഇവിടെ ഫി ഹാദിഹി ജാറുൻ വ മജ്റൂറുൻ ഷിബ്ഹു ജുംല ഖബർ മുഖദ്ദം അൽ കുലിയത്തി ബദൽ. മിഅത്തു എന്നുള്ളത് മുബത്തദയാണ്, അതുകൊണ്ട് മിഅത്തു വഹുവ മുളാഫ് താലിബിൻ മുളാഫിൻ ഇലൈഹി മിൻ പാകിസ്ഥാന ജാറുൻ വ മജ്റൂറുൻ വാവു ഹർഫുൽ അത്ഫ്. അടുത്ത മിഅത്തു എന്നുള്ളത് മഅതൂഫുൻ അല മിഅത്തു ആണ് കേട്ടോ. അപ്പം മിഅത്തു. ശരി, അടുത്തത് കവ്വിൻ, നീ ഉണ്ടാക്കണം. കവ്വന യുകവ്വിനു, ഓർമ്മ തക്വീൻ. ഫോം 2 എന്ന് പറയും. ഫോം 2. കവ്വന നീ ഉണ്ടാക്കി, യുകവ്വിനു നീ ഉണ്ടാക്കുന്നു, തക്വീൻ ഉണ്ടാക്കൽ. ഓർമ്മണ്ട. പിന്നെന്താ? കവ്വിൻ നീ ഉണ്ടാക്ക്, സബ്ബഹ യുസബ്ബിഹു തസ്ബീഹ്. ഓർമ്മല്ലേ? അതേ ഒരു ഫോർമാറ്റാണ് കേട്ടോ. സബ്ബിഹ് നീ തസ്ബീഹ് ചെയ്യ്, കവ്വിൻ നീ ഉണ്ടാക്ക്. ജുമലൻ വാചകങ്ങൾ, മുസ്തഅമിലൻ ഉപയോഗിക്കുന്നവനായിക്കൊണ്ട്, അൽ കലിമാത്തിൽ ആത്തിയത്ത തുടർന്ന് വരുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നീ ഒരു വാചകങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ദക്കിയുൻ എന്ന് പറഞ്ഞാൽ സ്മാർട്ട്, ഉഷാറാണെന്നൊക്കെ പറയില്ലേ? എന്താ പറയുക? അപ്പോൾ ഒരു വാചകം പറഞ്ഞേ, ദക്കിയുൻ വെച്ചിട്ട്. മുഹമ്മദുൻ വലദുൻ ദക്കിയുൻ. വെരി ഗുഡ്. മുഹമ്മദുൻ വലദുൻ ദക്കീലുൻ. ബിലാലുൻ ദക്കിയുൻ. എന്ത് പറയുമ്പോൾ ബിലാൽ സ്മാർട്ടാണ്. ഇഷ്ടമുള്ളത് പറയാം കേട്ടോ. ഓക്കെ. മി അത്തുൻ, മുകളിൽ നോക്കിയിട്ട് ഒരെണ്ണം പറഞ്ഞോ. മി അത്തുൻ 100. എന്താ പറയുക? മി അത്തുൻ ഹാദൽ അല്ല ഹാദൽ ഖലമു മിഅത്തി സൽക്കാന റിയാലിൻ, റൂബിയത്തി എന്നല്ല, മിഅത്തു റിയാലിൻ. ശരി. മുതസവ്വിജുൻ വിവാഹിതൻ. എന്താ പറയുക? ഞാൻ വിവാഹിതൻ. അന മുതസവ്വിജുൻ പെണ്ണായത്, അന മുതസവ്വിജത്തുൻ. മുതസവ്വിജുൻ അൻത, ആർ യു മാരീഡ്? പിന്നെന്താ? ബിലാലുൻ മുതസവ്വിജുൻ, ബിലാൽ വിവാഹിതനാണ്. ഇഷ്ടമുള്ള പറയട്ടാ. ഗസബുൻ അല്ലേ? ഗസബുൻ പറയും തോന്നുന്നുണ്ട് അല്ലേ? അവിവാഹിതൻ. അപ്പം ഇതേപോലെ തന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറയാം. ഏതെങ്കിലും ഒരാളെ പറഞ്ഞിട്ട് അയാൾ അസബുനാണെന്നൊക്കെ പറയാം കേട്ടോ. ഖുലുക്കുൻ സ്വഭാവം. ഒരു ദൂട്ട് പറഞ്ഞൊക്കെ. മുഹമ്മദു ദൂ ഖുലുക്കിൻ, മുഹമ്മദ് നല്ല സ്വഭാവം ഉള്ളവനാണ്. ഇബ്രാഹിമു ദൂ ഖുലുക്കിൻ അല്ലേ? ഖുലുക്കിൻ ഖുറാനിലെ കൂടെ ദമീർ ചേർത്ത് പറയാൻ പറ്റുമോ? കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്തായിരുന്നു? ഖുലുഖുഹു അല്ലേ? മുഹമ്മദുൻ ഖുലുഖുഹു അൽ ഖുർആൻ. മുഹമ്മദ് ഖുലുഖുഹു അവന്റെ സ്വഭാവം അൽ ഖുർആൻ ആയിരുന്നു. കുഴപ്പമില്ല. പിന്നെ എന്താ ഖുർആനിൽ വന്നില്ല? ഇന്നക ലഅല ഖുലുഖിൻ അളീം, നീ മഹത്തായ വന്നിട്ടുണ്ട്. ദൂലാറുൻ മുകളിൽ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ദൂലാറുൻ ഡോളർ. ഗാലിൻ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ? ഗാലിൻ അത് പറഞ്ഞോളൂ കേട്ടോ. ഇനി ഇതിൽ ദക്കിയുൻ, ഇതിൽ അടുത്ത പേജും കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ദക്കിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട്, അതിൻ്റെ ബഹുവചനം അദ്കിയാഉ, മംനൂ മിന സർഫാണ് കേട്ടോ. ഗബിയുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ജാഹില, അറിവില്ലാത്തവൻ. ഗബിയുൻ. സ്റ്റുപ്പിഡ് അതിൽ വന്ന വാക്കാണ് കേട്ടോ, വന്നതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ഓക്കെ. അടുത്തത് ഖുലുഖുൻ സ്വഭാവം, അഖ്ലാഖുൻ സ്വഭാവങ്ങൾ. നമ്മളെ ബുക്കിലൊക്കെ അഖ്ലാഖുൻ സ്വഭാവ പാഠങ്ങൾ എന്നൊക്കെ പറയാറില്ലേ? കുട്ടികളുടെ പഠിക്കണ ബുക്ക്. മിഅത്തു എന്ന് പറഞ്ഞാൽ 100. എടുത്ത് ഓപ്പോസിറ്റ് ആണല്ലേ? ബുദ്ധിമാൻ എന്നൊക്കെ പറയാം അല്ലേ? ദക്കിയുൻ. അതെ, ബുദ്ധിമാനും പറയും, ദക്കിയും പറയും. ബുദ്ധിമാനായ എന്നാണ് കറക്റ്റ്. ശരിയാണ്. അതിന് ജാഹിലും പറയാം, ഇങ്ങനെയൊക്കെ പറയാം. അൽഫുൻ 1000. റൂബിയത്തുൻ രൂപ, റൂബിയാത്തുൻ രൂപകൾ. മുതസവ്വിജുൻ വിവാഹിതൻ. ഗസബുൻ ഗസാബുൻ അവിടെ അതിൻ്റെ ബഹുവചനം വന്നല്ലോ അല്ലേ? അസബുൻ ബാച്ചുലർ, അസാബുൻ ബാച്ചുലേഴ്സ്. യഹൂദിയുൻ എന്ന് പറഞ്ഞാൽ ഒരു യഹൂദി, ഒരെണ്ണം. യഹൂദുൻ എന്ന് പറഞ്ഞാൽ യഹൂദികൾ.
യഹൂദുൻ എന്ന് പറഞ്ഞാൽ യഹൂദികൾ. ഇസ്മു ജിൻസിൽ ജംഇ. പിന്നെ പഠിക്കാം. അപ്പൊ ഹാദൂന്ന് കാണുന്നുണ്ട് അല്ലേ ടീച്ചറെ ഖുറാനിലെ മിനല്ലദീന ഹാദു അതെവിടെ വന്നിട്ടില്ല? ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് എങ്ങനെയാവല്ലേ? നോക്കാം കേട്ടോ. മുഅ്ജമുൻ ഡിക്ഷണറി, മഅജിമു ഡിക്ഷണറികൾ. മംനു മിന സർഫാണ് കേട്ടോ. മഫായിദ് വസന ദൂലാറുൻ ഡോളർ, ദൂലാറാത്തുൻ ഡോളറുകൾ. സഫഹത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേജ്, സഫഹാത്തുൻ പേജുകൾ. നാജിഹുൻ എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ, നാജിഹോന വിജയിച്ചവർ. ഖാലിൻ ഉയർന്ന എക്സ്പെൻസീവ്. കുമ്മു എന്ന് പറഞ്ഞാൽ സ്ലീവ്, അഖ്മാമുൻ സ്ലീവുകൾ. ഈ കയ്യിൻ്റെ എന്താ പറഞ്ഞത്? കുൽഹാദു അതെവിടെയായിരുന്നു ഓർമ്മ ഉണ്ടാ? ഇന്നല്ലദീന ഹാദു വസ്സാബിഈന മൻ ആമന ബില്ലാഹി ബഖറല്ലേ? ഇന്നല്ലദീന ഹാദു. അത് 60. എത്രയാണ് ആയത്തെ നമ്പർ? ഒരു പേജിന്റെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്നു അല്ലേ? അവിടെയാണോ അല്ലേ? എനിക്ക് അതങ്ങനെ ഓർമ്മയുണ്ട്. അത് എത്രാമത്തെ ആയത്താ? മുസ്താഈനു ബിസ്സബ്രി അവിടെയല്ല, 10ാമത്തെ പേജിലെ 113. 10ാമത്തെ പേജില് 62ാമത്തെ 62 കിട്ടിയിട്ടാ. 62ാമത്തെ ആയത്തല്ലേ? വല്ലദീന ഹാദു. പറഞ്ഞാട്ടാ. ഹാദു, ഹാദ് ഫിയല്. ഇവിടെ ഹാദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാദു എന്നല്ലതീന ഹാദു അത് ഫിയലാണ് കേട്ടാ. ഓ ഹാദു അത് യഹൂദികളായവരെ കേട്ടാ. ഇത് ഫിയലാണ് കേട്ടാ, ക്രിയണേ. ഹാദു. ഓക്കെ. ഹാദ യഹൂദു. ഇത് ആമനു പറഞ്ഞ പോലെ ടീച്ചറെ, ആമനു എന്ന് പറഞ്ഞ പോലെ ഹാദു എന്നാണ് കേട്ടോ. അത് ഫിയലാണ്, നേരത്തല്ല. ശരി, ഞാൻ വേറൊരു വാക്കുണ്ട്. ഈ ഹാദു എന്നുള്ള വാക്ക് ശരിക്കും പറഞ്ഞാൽ ഇസ്മുൽ ജിൻസിൽ ജംഇ എന്നൊക്കെ പറഞ്ഞൊരു സംഭവമാണ്. അതാണ് ഞാൻ നോക്കിയത്. അതിൽക്ക് അങ്ങനത്തെ ഉണ്ട്. അത് ജൂതന്മാരെ തന്നെയാണല്ലേ അത് പറയുന്നത്? അതെ, ബിക്കം ജൂസ്. കണ്ടോ നിങ്ങൾ? എന്താ പറയാ ഇവിടെ അർത്ഥം കൊടുത്തിട്ടില്ലേ? യഹൂദമതം സ്വീകരിച്ചവർ. ഹാദ എന്ന് പറഞ്ഞാൽ അവൻ യഹൂദമതം സ്വീകരിച്ചു. ഹാദ അവർ രണ്ടുപേർ യഹൂദമതം സ്വീകരിച്ചു. ഹാദു അപ്പോൾ രണ്ടിലധികം പേർക്കാർ. ഹാദു നിങ്ങൾ, രണ്ടിലധികം പുരുഷന്മാർ യഹൂദമതം സ്വീകരിച്ചു. അങ്ങനെ ഇറാബ് ചെയ്യാം. പിന്നെ യഹൂദു ഇങ്ങനെ ഇറാബ് ചെയ്യാം. ഹാദു യഹൂദമതം. ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവരെ. വല്ലദീന യാതൊരു കൂട്ടർ. ഹാദു യഹൂദമതം സ്വീകരിച്ചു. അപ്പം അല്ലദീന വന്നപ്പോൾ എന്താ? യഹൂദമതം സ്വീകരിച്ച യാതൊരുവരെ എന്നായി. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, ആമനു എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിച്ചു. പിന്നെ അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച യാതൊരു കൂട്ടരെ. ആണോ? അത് എന്താണ്? അല്ലദീന എന്നുള്ള ഇസ്മു മൗസൂൽ വെച്ചിട്ട് സില വെച്ചിട്ട് ഇത് ഒരു ഇതിലേക്ക് വരികയാണ്. കണ്ടോ? ശരിക്കും ആമന എന്നുള്ളത് എന്താ ഫേലാണ്? ആമനു അവർ വിശ്വസിച്ചു. അല്ലദീന ആമനു വിശ്വസിച്ച യാതൊരു കൂട്ടർ. ഹാദു അവർ ജൂതമതം സ്വീകരിച്ചു. അല്ലദീന ഹാദു ജൂതമതം സ്വീകരിച്ച യാതൊരു കൂട്ടരെ. അങ്ങനെയാണ് കേട്ടാ. അത് ഇൻഷാല്ലാ ചെയ്തതാവും കേട്ടാ. ഇതേ ചില വാക്കുകളുണ്ടല്ലോ. ആമീൻ. ചില വാക്കുകളെ ഇപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ഞാനിപ്പോൾ ആരൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില വാക്കുകൾ ഇപ്പോൾ യഹൂദുൻ പിന്നെ നസാറ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മൊത്തത്തിലൊരു വർഗത്തിനെ കാണിക്കാൻ പറയുന്ന ബഹുവചനങ്ങളാണത്. ഇസ്മുൽ ജിൻസിൽ ജംഇ ആണ്. യഹൂദുൻ എന്ന് പറഞ്ഞാൽ യഹൂദികൾ പറഞ്ഞാൽ മൊത്തത്തിൽ ഇങ്ങനെ പറയും. നസാറ എന്ന് പറഞ്ഞാൽ നസറാക്കൾ അങ്ങനെ പറയും. അതിലേക്ക് യാ ചേർത്തിട്ട് നമ്മൾ അതിൻ്റെ ഏകവചനം ഉണ്ടാക്കും. അപ്പോൾ അത് ഒരു വർഗത്തിനെ മൊത്തത്തിൽ പറയുന്നതാണ്. കിത്തുൻ എന്ന് പറഞ്ഞാൽ പൂച്ച. എല്ലാ പൂച്ചക്കും കിത്തുൻ എന്നാണ് പറയുക. കോമൺ ആയിട്ട് പൂച്ച എന്ന് പറയില്ലേ? കുറേ പൂച്ചനെയും മൊത്തത്തിലൊരു കോമൺ ആയിട്ട് പൂച്ച എന്നൊക്കെ പറയും. കളക്റ്റീവ് നൗൺ. അതിന് ഒരു പൂച്ച എന്ന് പറയുമ്പോൾ കിത്തത്തുൻ താമറബൂത്ത ചേർത്താം, അല്ലെങ്കിൽ യാ ചേർത്താം. എല്ലാത്തിനും യാ ഇല്ല കേട്ടാ. ഇപ്പോൾ യഹൂദിനൊക്കെ നമ്മൾ യഹൂദിയുൻ, നസ്രാനിയുൻ യാ ചേർത്ത് കഴിഞ്ഞാൽ ഒരു നസ്രാനി, ഒരു ക്രിസ്ത്യൻ. യഹൂദിയുൻ ഒരു ഇത്, ഹിന്ദിയുൻ ഒരു ഇന്ത്യക്കാരൻ. ഹിത്തു ചിലടത്ത് താമർബൂത്ത്. ഹിത്തു എന്ന് പറഞ്ഞാൽ പൂച്ചകൾ. പൂച്ച കോമൺ ആയിട്ട് പറയും പൂച്ച. ഒരു പൂച്ച എന്ന് പറയുമ്പോൾ ഹിത്തത്തുൻ. തുഫാഹുൻ എന്ന് പറഞ്ഞാൽ ആപ്പിൾ. കോമൺ ആയിട്ട് പറയുന്ന വാക്കാണ് ആപ്പിൾ. ഞാൻ ആപ്പിൾ വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ തുഫാഹുനാണ് പറയുക. കോമൺ ആയിട്ട് ഇങ്ങനെ പറയില്ലേ നമ്മളിങ്ങനെ തുഫാഹുൻ എന്ന് പറയും. എന്നാൽ ഒരു ആപ്പിൾ എന്ന് പറയുമ്പോൾ തുഫാഹത്തുൻ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ ഷജറുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മരങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ അവിടെ നിറച്ച് മരങ്ങളാന്നൊക്കെ പറയുമ്പോൾ ഷജറുൻ എന്നാണ് പറയും മൊത്തത്തിൽ അങ്ങനെ പറയുമ്പോൾ. ഒരു മരത്തിന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പറയുമ്പോൾ എന്താ ഷജറത്തുൻ, ലാ തഖ്റബു ഹാദിഹി ഷജറത്തു, ഷജറത്തുൻ തമർബുത്ത് ചേർത്തു. അതുപോലെ തന്നെ കോമൺ ആയിട്ട് പറയുന്ന ബഹുവചനത്തിലേക്ക് ഫറാശത്തുൻ ഫറാഷത്ത്, ഫറാഷുൻ ഫറാഷത്തുൻ നമ്മളങ്ങനെ കാണുമ്പോൾ വിചാരിക്കില്ല. അപ്പോൾ അതിലേക്ക് ഒരു താമർബൂത്ത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു എന്നർത്ഥം കിട്ടും. അത് തന്നെയാണ് ഇവിടെ യഹൂദി യഹൂദ്. അപ്പോൾ ഈ വാക്കുണ്ടല്ലോ, ഈ ബഹുവചനങ്ങളെ പറയാം ഇസ്മുൽ ജിൻസിൽ ജംഇ എന്ന് പറയും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ നമുക്ക് പിന്നീട് പഠിക്കാം കേട്ടോ. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പഠിപ്പിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ. ഈ പാഠം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായി റിവിഷൻ ചെയ്യട്ടോ. അത്യാവശ്യം ഞാനിതിൽ ഇട്ട് തന്നിട്ടുണ്ട്, നിങ്ങൾ റിവിഷൻ ചെയ്യാം കേട്ടോ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. ആമീൻ.